ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവിത. ഗുഡ് മോർണിംഗ്. ഇതെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. സുഖം സുന്ദരം. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ വന്നേ ഉള്ളൂ. പരിപാടിയായിട്ട് കാണാൻ ഇവിടെ എത്ര ആളുകളാ വന്നിരിക്കുന്നത് നോക്കാം. വളരെ സന്തോഷം. അപ്പൊ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ നമ്മളെ പര്യടനമാണ്. കേരളത്തിലെ വലിയ പ്രതികരണമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സന്തോഷം. തള്ളി മറിക്കരുത്. കാസർഗോഡ് വരെ ക്ഷമയുള്ളവരാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ കൂടി നിൽപ്പുണ്ട്. എസ്കെനെ സ്വീകരിക്കാൻ എത്തിയതാണ് ഈ കുട്ടികൾ കേട്ടോ. ഈ കുട്ടികൾ ഡ്രം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ മക്കളെ കൊട്ടിക്കോ. നിങ്ങളെ കൊട്ടിക്കോ. എന്താ എന്റെ പേര്? ജയനാഥ്. അപ്പൊ നമുക്കിടയിലെ ഏടാ കൂട്ടാ കേട്ടോ. ഇന്നലെ ഉറങ്ങിയോ? ആലോചിച്ച് കിടന്നോ? രാത്രി കിടന്ന് കൊട്ടിയോ? ഇവൻ എന്തോ രാത്രി കിടന്ന് കെട്ടിയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അതോ ഇന്നലെ ഈ ഉടുപ്പിട്ട് രാത്രി ഇട്ടോണ്ടാ കിടന്നതോ? രാവിലെ എഴുന്നേക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ആഷ്മി പൊന്നാട ഒന്ന് എണ്ണുന്നുണ്ടായിരുന്നു ഓരോ ജില്ല കിടക്കുമ്പോഴേ. ഓക്കെ. അപ്പൊ എല്ലാം നിങ്ങളുടെ പൊന്നാടയൊക്കെ സ്നേഹത്തിന്റെ ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. അപ്പൊ വളരെ സന്തോഷം മോളെ. ഓക്കെ. ഇവിടെ ഒരു പടം ഉണ്ടല്ലോ. ഓക്കെ. താങ്ക് യു. നമ്മുടെ ബെഡാ ക്യാമറ ഉണ്ടായിരുന്നു. ഓക്കെ റെഡി. താങ്ക് യു. സന്തോഷം. അപ്പൊ പ്രവിത, നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യുന്നു. നമുക്ക് എന്താ എസ്കെനെ കാണാൻ ഇനി ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെടണ്ടേ? നിങ്ങളുടെ ഈ വളരെ നല്ല കേരളം ഏറ്റെടുത്തിരിക്കുന്നു ശ്രീകണ്ഠൻ നായർ ഷോ. കോഴിക്കോടേക്ക് വരണം തീർച്ചയായിട്ടും. സന്തോഷം. അങ്ങയുടെ പേര് പ്രദീപ് കെ വി. നമ്മുടെ കാസർഗോഡ് അവസ്ഥ എങ്ങനെ? നീലേശ്വരം നല്ല ജനങ്ങളുടെ സഹകരണം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളെ പ്രോജക്റ്റ് നിങ്ങൾ സാറ് കണ്ടിട്ടുണ്ടാവും. ധീര എന്നുള്ള ഇന്നലെ ധീര പ്രോജക്റ്റിലൊക്കെ പോയി. നാട്ടുകാരുടെ സഹകരണത്തോടെ ഒരു ഫയർ പ്ലാന്റ് പഞ്ചായത്ത് ദിവസം കണ്ടു. അതെ. പിന്നെ സാറിന് എന്റെ ആശംസകൾ നേരുകയാണ്. നമ്മൾ റേഡിയോ ഒരു നിമിഷം മാത്രം പരിപാടിയില്ലേ, അത് പിന്നെ റേഡിയോ നാടകം കണ്ട് നമ്മൾ വളർന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ആരാധകരാണ്. നമ്മുടെ കുട്ടിക്കാലത്തുള്ള പരിപാടിയാണ്. ലൈവിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. കൂടുതൽ സമയം എടുക്കരുത്. ഇവരൊക്കെ വളരെ സഹകരണം ഉണ്ടല്ലേ? ഓക്കെ. അങ്ങൊക്കെ ഭയങ്കരമായിട്ട് സഹകരിക്കുന്നു. അങ്ങയുടെ പേരെന്താ? കൃഷ്ണൻ. എന്താ അങ്ങയുടെ പ്രൊഫഷൻ? പൊളിറ്റിക്കൽ. ഞാനൊരു റിട്ടയർ ഹെഡാണ്. ഷംസുദ്ദീൻ അരിഞ്ചിട്ടാണ് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഞാൻ സോഷ്യൽ വർക്കേഴ്സ് അവാർഡ് സൈനുദ്ദീൻ കടിഞ്ഞുമൂല കുവൈറ്റ് KMCC-യുടെ. ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാം കൗൺസിലറാണ്. ദുബായ്. മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രായമുള്ള ഒരാളാ. 65 ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? കാശ്മീർ ഇവരൊന്നും ഞെട്ടി കേട്ടോ നമ്മളെ മക്കളെന്ന് വിളിച്ചപ്പോ. അപ്പൊ നിങ്ങളുടെ 50-ാം വാർഷികം എന്തിന്റെയാണ്? ഞാൻ ജനമൈത്രി. നിങ്ങൾ എന്റെ പേര് പറഞ്ഞതിന്റെ ഒരു ശക്തി ഇല്ലല്ലോ. ഇന്ന് പഴങ്കഞ്ഞി കുടിച്ചല്ലോ. ഒന്നുകൂടെ പഴങ്കഞ്ഞി കുടിച്ച ഫീലാ. പഴങ്കഞ്ഞി എങ്ങനെയുണ്ട് ഇപ്പൊ? പഴങ്കഞ്ഞിക്ക് ഇപ്പൊ ഭയങ്കര മാർക്കറ്റാ. നിങ്ങൾക്ക് അറിയാം പഴങ്കഞ്ഞി അല്ലേ? പഴങ്കഞ്ഞി ഇട്ടായില്ല. പഴങ്കഞ്ഞി ഇപ്പൊ 5-സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ സുവർണ്ണ ജൂബിലി ആഘോഷമല്ലേ ലഹരിക്കെതിരെ. അപ്പൊ നിങ്ങളൊക്കെ കോഴിക്കോട് വരുമോ? നാളെ നമ്മൾ കോഴിക്കോട് ഒരു വലിയ സമ്മേളനം നടത്തും. നമ്മൾ പേടിപ്പിക്കണം. ഈ ലഹരി വിൽക്കുന്ന മലയാളികളെല്ലാം പേടിപ്പിക്കണം. SIക്ക് ഒക്കെ അറിയാം. ഓക്കെ. വേദലക്ഷ്മി കണ്ടിട്ടുണ്ടല്ലോ. ആഷ്മി താജ് ഇബ്രാഹിമിനെ കണ്ടിട്ടുണ്ടല്ലോ. ഇവരെയൊക്കെ ഒരു സ്നേഹമില്ലേ നിങ്ങൾക്ക്? സ്നേഹിക്കല്ലേ നിങ്ങൾ? എടുത്തോ? സ്നേഹിച്ചു കഴിഞ്ഞു അല്ലേ? ഞാൻ വരാൻ താമസിച്ചുണ്ടാണ്. ഓക്കെ.